താനൂർ കാത്തലിക് സിറിയൻ ബാങ്കിൽ പണയം വെച്ച സ്വർണം ഉടമയറിയാതെ കൂടിയ തുകയ്ക്ക് പണയം വെച്ച് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. തിരൂർ ചെമ്പ്ര സ്വദേശി മുഹമ്മദ് യാസിർ നൽകിയ പരാതിയിലാണ് വലിയ കൊള്ളയെക്കുറിച്ചുള്ള വിവരം പുറംലോകമറിഞ്ഞത്. കേസിൽ താനൂർ കാത്തലിക് സിറിയൻ ബാങ്ക് മുൻ മാനേജർ അർജുനെയും സുഹൃത്ത് താനൂർ സ്വദേശി ഷുഹൈബിനെയും പ്രതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഇതിൽ ഒന്നാം പ്രതിയായ അർജുൻ എന്ന മുൻ ബാങ്ക് മാനേജറെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സമാനമായ രീതിയിൽ കൂടുതൽ പേരുടെ സ്വർണം വെച്ച് ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോയെന്നും സംശയിക്കുന്നുണ്ട്. നേരത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാനേജർ സ്ഥാനത്ത് നിന്ന് അർജുനെ നീക്കിയിരുന്നു. 2023 മെയ്യിൽ ബിസിനസ് ആവശ്യത്തിനായാണ് തിരൂർ സ്വദേശി മുഹമ്മദ് യാസിർ കാത്തലിക് സിറിയൻ ബാങ്കിൽ 100 പവനോളം തൂക്കം വരുന്ന സ്വർണം പണയം വെച്ച് വായ്പയെടുത്തത്. ആദ്യം 14 ലക്ഷം രൂപയും പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി ആകെ 17 ലക്ഷം രൂപയും വായ്പയെടുത്തു. 2 വർഷത്തിന് ശേഷം തുക തിരിച്ചടയ്ക്കാൻ എത്തിയപ്പോഴാണ് കുറച്ച് സ്വർണം നഷ്ടപ്പെട്ടതായി അറിയുന്നത്. എന്നാൽ സ്വർണം കാണാനില്ലെന്നും ഉടൻ തന്നെ അന്വേഷിച്ചു കണ്ടെത്തുമെന്നും മാനേജർ അർജുൻ അറിയിച്ചു. എന്നാൽ 2024 ജൂലൈയിൽ യാസിർ അറിയാതെ പിലാക്കളത്തിൽ ഷുഹൈബ് എന്നയാളുടെ ഭാര്യയുടെയും മകളുടെയും പേരിൽ ഇതേ സ്വർണം കൂടിയ തുകയ്ക്ക് വായ്പയെടുത്തതായി കണ്ടെത്തി. ബാങ്ക് മാനേജറുടെയും ജീവനക്കാരുടെയും അറിവോടെയാണ് ഈ തട്ടിപ്പ് നടന്നതെന്നാണ് വിവരം. യാസിറിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് ബാങ്ക് മാനേജർ അർജുനെ അറസ്റ്റ് ചെയ്തു. ഒരു ഗോൾഡ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു CSB ബാങ്കിൽ നിന്ന്. പക്ഷേ 2 തവണ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 14,80,000 പിന്നെ ഒരു 17,10,000 രൂപക്കും. അത് രണ്ടും കൂടി എന്താ പറയാ, അതിൽ നിന്ന് കുറച്ച് സാധനം ഞാൻ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോയി നോക്കിയപ്പോൾ ഈ ഗോൾഡ് എല്ലാം കൂടി മിസ്സിംഗ് ആണെന്നുള്ള ഒരു ന്യൂസ് എനിക്ക് കിട്ടി. അങ്ങനെ ബാങ്ക് മാനേജർ അടുത്ത് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ് അത് ആദ്യം ഓവർഡ്രാഫ്റ്റ് വെച്ചാണെന്ന് അറിഞ്ഞു. പിന്നെ സംഭവം അതൊന്നുമല്ല, ഓവർഡ്രാഫ്റ്റ് വെച്ചോ കാര്യങ്ങളൊന്നുമല്ല. വേറൊരാളുടെ പേരിൽ ആ ഗോൾഡ് മാറ്റി പണയം വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എൻ്റെ അറിവും സമ്മതവും ഇല്ലാതെ. താനൂരുള്ള 2 വ്യക്തികളുടെ പേരിലാണ് ഞാൻ ബാങ്കിൽ എൻക്വയറി ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ ഞാൻ അതിനെതിരെ എന്താ പറയുക, പോലീസ് കേസും കാര്യങ്ങളും കൊടുത്ത് ആദ്യം ബാങ്കിൽ ഞാനൊരു പരാതി കൊടുത്ത്. അങ്ങനെ ബാങ്കിൻ്റെ ഇൻ്റലിജൻസ് അന്വേഷിച്ചപ്പോൾ 2 ആൾക്കാരുടെ പേര് പറഞ്ഞെന്ന്. അങ്ങനെ ഞാൻ ഈ മാനേജറുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞ് ഇത് അയാൾക്ക് അതിനെ പറ്റിയിട്ട് ധാരണ ഇല്ല എന്നൊക്കെയാണ് അയാൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ അയാൾ പറഞ്ഞത് കള്ളാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ നേരെ താനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ അവർ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷുഹൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ വൈഫിൻ്റെ പേരിലാണ് മാറിക്കിടക്കുന്നത്. ആളുടെ പേര് എന്താണ്, ഹസീന എന്നാണ്. പിന്നെ മോളുടെ പേര് മെഹനാസ്. ഇവരുടെ പേരിലാണ് ആ ഗോൾഡ് മാറിക്കിടക്കുന്നുള്ളത്. അപ്പോൾ പിന്നെ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ബാങ്ക് മാനേജറാണ് ഈ സംഭവങ്ങളുടെ ബാക്കിൽ പ്രയത്നിച്ചിട്ടുള്ള പ്രധാന ഒരു ആള്. കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. അതിനിടെ കേസ് ഒതുക്കി തീർക്കാൻ പോലീസ് ശ്രമിച്ചതായും ആക്ഷേപമുണ്ട്. മലബാർ ടൈംസ്, താനൂർ. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും. തവക്കൽ ഗോൾഡ്, മെയിൻ റോഡ്, പുത്തനത്താണി.